സസ്യങ്ങളെയും ജന്തുക്കളെയും ഒരുപോലെ ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്കാണ് ഓംനിവോറുകൾ അഥവാ മിശ്രഭുക്കുകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഒരുപോലെ ഊർജം ലഭിക്കുന്നതിനാൽ ഏറ്റവും വലിയ ഓംനിവോറുകൾ മനുഷ്യനാണ്. മറ്റ് ഓംനിവോറുകളിൽ നിന്നും വ്യത്യസ്തനായി മനുഷ്യന് തന്റെ ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാലങ്ങൾക്ക്, ദേശങ്ങൾക്ക്, പരിതസ്ഥിതികൾക്ക്, കുടിയേറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ ഭക്ഷണം മാറി മാറി വരുന്നു. തന്റെ ഭക്ഷണക്രമം നിശ്ചയിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് മനുഷ്യന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് തെറ്റായ ധാരണയുള്ള 3 മിശ്രഭുക്കുകളെ പരിചയപ്പെടാം. കരടിയാണ് ആദ്യത്തേത്. ഭീമാകാരമായ ഈ ശരീരം അവരുണ്ടാക്കിയത് മുക്കാലും മാംസം കഴിച്ചിട്ടായിരിക്കും എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ പല കരടികളും 80 മുതൽ 90% വരെ സസ്യങ്ങളും നട്സുകളും സസ്യഫലങ്ങളുമൊക്കെ കഴിച്ചിട്ടാണ് അവരുടെ ശരീരമുണ്ടാക്കിയത്. ഊർജത്തിനു വേണ്ടി അവർ 10 മുതൽ 20% വരെ മാംസം കഴിക്കാറുണ്ട്. ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കാണുന്ന കുറുക്കൻ ധാരാളം സസ്യവിളകൾ കഴിക്കുന്ന ഒരു ജീവിയാണ്. ഏത് സാഹചര്യത്തിൽ എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കുമെന്ന് കുറുക്കനെ കുറിച്ച് പറയാറുണ്ട്. തോട്ടവിളകൾ അധികവും തിന്നു നശിപ്പിക്കുന്നത് കുറുക്കന്മാരാണ്. മുന്തിരി പുളിക്കുന്നത് കൊണ്ട് ഇട്ടേച്ചു പോയ കുറുക്കനെ കുറിച്ച് നമ്മൾ കഥകളിൽ കേട്ടതാണല്ലോ. കരടികളെ കുറിച്ചും കുറുക്കന്മാരെ കുറിച്ചും മാംസം ധാരാളം കഴിക്കുന്ന ജീവികളായിരിക്കും എന്ന ധാരണയാണെങ്കിൽ അണ്ണാനെ കുറിച്ച് ഈ ധാരണ നമുക്ക് മറുവശത്താണ്. അതായത് സസ്യഫലങ്ങളും വിത്തുകളും മാത്രമേ അണ്ണാൻ കഴിക്കുകയുള്ളൂ എന്നാണല്ലോ നമ്മുടെ ധാരണ. പക്ഷേ അണ്ണാൻ പഴങ്ങളും പഴങ്ങളുടെ വിത്തും കിട്ടാത്ത സന്ദർഭത്തിൽ പ്രാണികളെയും ചെറുജീവികളെയും അകത്താക്കും. പഴങ്ങളും നട്സും കിട്ടാതിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് മാത്രം.